ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളെ ബീച്ചിലൊക്കെ നല്ല ഈ കോണ് നല്ല ബട്ടറും എരിവൊക്കെ തേച്ച് കിട്ടത്തില്ലേ, അത് നമ്മൾ ഇന്ന് വീട്ടിലാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 2 കോൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ സ്വീറ്റ് കോണിന്റെ ഈ ഒരു അതിന്റെ പുറമേയുള്ള ആവരണമൊക്കെ നമുക്ക് ഉരിഞ്ഞ് കളയാം. പൊതുവെ എല്ലാവർക്കും സ്വീറ്റ് കോണ് ഭയങ്കര ഇഷ്ടമാണ്. ജിയോ മാർട്ടിൽ നിന്ന് മേടിച്ചു നമ്മളല്ലേ. മിക്കപ്പോഴല്ലെങ്കിൽ കോൺ അവിടെ നല്ല വിലക്കുറവിൽ നടക്കും, അങ്ങനെ നമ്മളങ്ങനെ മേടിക്കാറുണ്ട്. എന്താ ഒരു നാരൊക്കെ നല്ല നമുക്ക് വന്നൊന്ന് കഴുകിയെടുക്കും. നമുക്ക് ചോളം വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചോളം കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 വിസില് ചോളം വേവുന്നതിനനുസരിച്ച് നമുക്ക് ഒന്ന് ആവിയേറ്റെടുക്കാം. ഗായ്സ്, നമ്മുടെ ചോളം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചോളത്തിന് മേളിൽ തേക്കാനുള്ള ആ ഒരു സ്പൈസി മസാല നമുക്ക് റെഡിയാക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ 2 ചോളമല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പൊ കുറച്ച് മതി കേട്ടോ. അധികം ഉണ്ടാക്കി നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയരുതല്ലോ. അപ്പം കുറച്ച് മുളക് പൊടി, എനിക്ക് കൈപ്പാകമാണ് ഉപ്പ്, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങനീര്, പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങനീരും, എന്നിട്ട് ശകലം വെള്ളവും നമുക്ക് ചേർക്കാം. കൈ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഉപ്പൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഗൈസ്. ഇത് കാശ്മീരി മുളക് പൊടി ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അധികം എരിവില്ല, കാണുമ്പോ കളർ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ എരിവ് നമുക്ക് കുറവാണ്. അപ്പം ഇത്രയും മസാല മതി, കാരണം നമ്മൾ 2 അല്ലേ ചെയ്തുള്ളൂ. അധികം ചെയ്ത് നമുക്ക് വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. അതുകൊണ്ട് ഇത്രയും മസാല നമ്മൾ ചെയ്ത്, പിന്നെ ചോളത്തിന് മുകളിൽ തേക്കാനുള്ള ബട്ടറും എരിവും നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോളം മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോളം തുറക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ചോളമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ആ ചോളം വെന്ത നല്ല ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ചൂടുണ്ട് ഗൈസ്. ഞാൻ പോയൊരു സ്പൂൺ എടുത്തിട്ട് തരാം ഗൈസ്. അങ്ങനെ ഞാൻ പോയൊരു ഫോർക്കും നമ്മുടെ പപ്പടം കുത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ചെവിട്ടിലേക്ക് പപ്പടം കുത്തി ഇറക്കാം. നമ്മൾ എന്നിട്ട് സ്ക്വീസ് ചെയ്ത ലെമൺ വെച്ച് തന്നെ നമ്മൾ ആ ഒരു സ്പൈസസ് മസാല ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ എല്ലായിടവും നല്ലപോലെ ഒന്ന്, ഇത് കുറച്ച് സോൾട്ടി ബട്ടർ കേട്ടോ. അപ്പം കുറച്ച് ഉപ്പും കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഏതൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇനി നമുക്ക് മസാല കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, കാശ്മീരി ചില്ലിയുടെ കളർ മാത്രമേ ഉള്ളൂ, എരിവൊന്നും അധികം കാണത്തില്ല. പിന്നെ എരിവ് ഇഷ്ടം അല്ലാത്തവർക്ക് കുറച്ച് മാത്രം ചെയ്തു. ഇവിടെ എല്ലാവർക്കും എരിവൊക്കെ കുറച്ച് ഇഷ്ടമാണെങ്കിൽ ഞാൻ കുറച്ചധികം ചെയ്തു. ഇത് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു ചോളം കൂടി ചെയ്തെടുക്കാം. ഹെൽത്തി ഫുഡാണ് ഗൈസ്, കാരണം ചോളമല്ലേ.
നമുക്ക് സാധാരണ പച്ചക്കല്ലാതെ വേവിച്ച് ചോളം കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും കഴിക്കും. ആദ്യം ഞങ്ങൾക്ക് കണക്ക് ചോളം കഴിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചുമ്മാ കുക്കറിനകത്ത് വേവിച്ച് കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നത്തില്ല. പിന്നെ ഇങ്ങനെ ബീച്ചിലൊക്കെ ചെന്ന് ഈ വിഷ്ണുവണ്ണൊക്കെ ചെയ്തു തരുന്ന ചോളത്തിന് ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതിനൊക്കെ ഒരു ഫാൻസ് തന്നെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങള് വിചാരിച്ചെന്തായാലും ഇനി ഒരിക്കൽ ചോളം മേടിക്കാൻ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ചെയ്തിട്ട് എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്നാലും സാധാരണ വെച്ച് കഴിക്കാതെ കണക്ക് എല്ലാരും കഴിക്കുന്നുണ്ടായിരുന്നു ഈ മസാലയൊക്കെ ചെയ്തിങ്ങനെ കഴിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല ഗൈസ് ചോളം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് തമിഴ്നാട് പോയപ്പം അവിടെ ഉണ്ടല്ലോ ചുട്ട ചോളമാണ് കിട്ടുന്നത്. ഈ നല്ല കനലിലൊക്കെ ഇട്ട് ചുട്ട് ഭയങ്കര ടേസ്റ്റ് അത്. ഭയങ്കര ആ ഒരു ചോളത്തിന് ഇത്രയും മധുരം ഉണ്ടെന്ന് ഞാൻ എപ്പോഴും അറിയുന്നത്. ഞാനൊരു ഭയങ്കര ഫാൻ തന്നെ. എപ്പോൾ തമിഴ്നാട് ഞങ്ങൾ ആ ഒരു ഭാഗത്തോട്ട് പോയാലും ചുട്ട ചോളം ഞങ്ങൾ വാങ്ങാറുണ്ട്. പക്ഷെ നമ്മളൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും കിട്ടത്തില്ല. ആ ഒരു നല്ല ആ ഒരു എന്താ പറയുക, ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ കൈപ്പുണ്യം വരത്തില്ല. അതൊന്നും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളെ സാഹചര്യം നമുക്ക് ഇതായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് കാണുമ്പോൾ തന്നെ അപ്പം നമുക്കിതെങ്ങനെ നോക്കാം. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അത് ബട്ടറിൻ്റെ നാരങ്ങ സാധനമാണ് നോർമൽ എല്ലാവർക്കും കഴിക്കുന്നവർക്ക് അറിയാലോ. ടേസ്റ്റ് ഉണ്ട്. ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ സ്മാർട്ടിലൊക്കെ എപ്പോഴും ചോളം കണക്ക് ഓഫറിൽ 19, 20 രൂപ, വെറും 19 രൂപ 20 രൂപയ്ക്കൊക്കെ ഓഫർ ഇടും. അപ്പം സ്മാർട്ട് ബസാറിൽ നിങ്ങൾ മേടിച്ച് കണക്ക് ചെയ്ത് നോക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ കുറച്ച് ഹെൽത്തി ഫുഡല്ലേ, അതുകൊണ്ട് വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പം നമ്മളുടെ എന്നത്തെയും നമ്മുടെ ടെസ്റ്റ് ട്യൂബായിട്ടുള്ള നമുക്ക് ജുവൽ നമുക്ക് വിളിക്കാം. ജുവലേ ബാ. യെസ്, കഴിച്ചു നോക്കുക. സാധാരണ ബീച്ചിലൊക്കെ പോയി കഴിക്കുന്നതൊക്കെ തന്നെ വീട്ടിൽ ചെയ്തിരിക്കുന്നത് കൊള്ളാം. ഞാൻ അവിടെ കണ്ടായിരുന്നു എന്തൊക്കെയോ കുരുങ്ങി എന്തൊക്കെയോ ഇവിടെ ചെയ്യുന്നത്. ഞാൻ പിന്നെ അങ്ങോട്ട് പിന്നെ വെള്ളം കുടിക്കാണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഇതെല്ലാം റെഡി ചെയ്യും. കൊള്ളാം. നമ്മൾ സാധാരണ ബീച്ചിൽ പോയി കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സാധാരണ ബീച്ചിൽ പോയി ഇങ്ങനെയാണ് കഴിക്കുന്നത്. അതേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. കൊള്ളാം കേട്ടോ, നിങ്ങളത് ട്രൈ ചെയ്യുക. അപ്പോൾ ഗായ്സ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചോളമൊക്കെ കഴിക്കാൻ മടിയാണ്, ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.